ഹലോ ഗായ്സ്, നമ്മൾക്കിന്ന് ഞാൻ മൈലാഞ്ചി ഇടാൻ പോവുകയാണ്. മൈലാഞ്ചി ഞാൻ ഈ കയ്യിൽ ഇടാൻ പോവുകയാണ്. എപ്പോഴും ആ കയ്യിലല്ലേ നമ്മളെല്ലാവരും ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടാൻ പോവുകയാണ്. ഞാൻ ഒരു മെഹന്തി അല്ല, മൈലാഞ്ചി എനിക്ക് ഇടാൻ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വരച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ വരകളാണ് താഴെ. വരകൾ ഇത്തിരി പാടാണ്. ഇപ്രാവശ്യം അത്രയ്ക്ക് കട്ടി ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ മൈലാഞ്ചി ഇടുന്ന വീഡിയോ ഒന്നും അത്രയ്ക്കൊന്നും എടുക്കാറില്ലല്ലേ. നിങ്ങൾ മെഹന്തി ഡിസൈൻസ് നിങ്ങൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യപ്പോൾ നല്ല രസമല്ലേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇത്തിരി ഒന്ന് ഇവിടെ ഒന്ന് ഇത്തിരി ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു താഴെ വേറൊരു ലൈന്. അപ്പോൾ ഇട്ട് ഞാൻ വരാം ഗായ്സ്. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ട അതിൻ്റെ താഴെ രണ്ട് ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ മെസ്സി. ഞാൻ എന്തായാലും ഇത് കുളമാക്കും ഗായ്സ്. ചിലപ്പോൾ ഞാൻ കുളമാക്കും. അത് സത്യമാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ സണ്ണ് പോലെ വരച്ചിട്ട് അതിനകത്ത് കുറച്ച് ഫ്ലവർ പെറ്റൽസൊക്കെ വരച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വരച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം തന്നെ എൻ്റെ കൈ ഷേക്കാവേണം. ഞാൻ എന്തായാലും കൊളാക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ക്യൂട്ടാണോ ഗൈസ്? എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ഇതുപോലെ വേറെണ്ണം ഇതിൻ്റെ മേളിൽ വരച്ചിട്ട് ഒരു കൃഷ്ണൻ്റെ എന്തൊക്കെ ഇങ്ങനെ ലൈനൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ലീവ്സൊക്കെ വരച്ചു കൊടുക്കണമായിരിക്കും. പിന്നെ അത് ചെയ്തിട്ട് വരുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഞാൻ സെക്കൻഡ് വരച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി ഒന്നും വലുതായതുപോലെ. ആ പെറ്റിൽ മാത്രം ഇത്തിരി ഒന്നും വലുതായതുപോലെയായിരുന്നു. അടുത്തത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഒരു ലീവ്സൊക്കെ വരച്ചു കൊടുക്കാൻ പോയായിരിക്കും. അപ്പോൾ അത് വരച്ചിട്ട് ഞാൻ കാണാം. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി ഒന്നും വലുതായല്ല, ഇത്തിരി ഒന്നും മേലോട്ടായതുപോലെ. അത് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ഫിംഗേഴ്സിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഞാൻ എന്താണ് ലൈനായിട്ടാണ് ഞാൻ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ സൈഡായിട്ട് ലൈന് വരച്ച് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊളാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം തന്നെ എൻ്റെ ഹാൻഡ് ഷേക്ക് ചെയ്യാണ്. നിങ്ങൾ കാണാത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ ഞാൻ കുത്തിടും ചിലപ്പോഴേ. എപ്പോഴും കുത്താണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് നെയിൽസ്. അപ്പോൾ പ്ലാൻ സക്സസ്ഫുള്ളാണ്. ഇനി ഇത് ഡ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട വരും. 3 മണിക്കൂറെങ്കിലും ആവുമെന്തോ. എത്ര മിനിറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര മണിക്കൂർ ആവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ആവപ്പം ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ഇത് കുളമായി അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലേ ഗൈസ്. ഞാൻ കഴുകിയിട്ട് താണ്ട ഒന്നും കൂടെ ചെയ്തു. കൊള്ളാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണങ്ങിയിട്ട് വരാമേ. ഇപ്പം ഫാനിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ്. കുറേ നേരം എടുക്കും ഗൈസ്. എനിക്കിത് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ. പക്ഷെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അയ്യോ, വെയിറ്റ് ചെയ്ത് മടുക്കും ഗൈസ്. എനിക്കിപ്പോൾ കഴിവാനാണ് തോന്നുന്നത്. പക്ഷെ പിന്നീട് ഒരു നാളേക്ക് ആവപ്പോഴും ഇതൊന്നും കാണൂല. ഇതൊന്നും അതുകൊണ്ട് കുറേ മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഈ രണ്ട് ഇപ്പോൾ അനക്കുന്ന ഫിംഗേഴ്സൊക്കെ ആയി ഉണങ്ങി. എനിക്കിപ്പോൾ ഫോണും പിടിച്ചോണ്ട് നിൽക്കണോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പറയാം. ഇത് ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? ഈ 2 ഫിംഗേഴ്സും ഇപ്പോൾ തൊട്ട് കാണിച്ചതും 2 ഫിംഗേഴ്സും ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ 2 എണ്ണമാണ് കുളമായതാണ്. ഞാൻ വളരെ കട്ടിയായിട്ട് ഇതായിപ്പോയി ഇത്തിരി ഒന്ന്. നിങ്ങൾക്ക് ഈ മെഹന്തി ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇട്ടതെങ്കിലും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ക്യൂട്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യാൻ കുറേ നേരം എടുക്കും. അതുകൊണ്ട് വാ നമുക്ക് ട്രൈ ചെയ്യാം.
പിന്നെ ഇതും കട്ടിയാണ്, അതുകൊണ്ട് ഇതും കുറേ നേരം എടുക്കും. അയ്യോ ഞാൻ ഇപ്പം തൊട്ടതേ, പക്ഷെ കയ്യിലൊന്നും ആയില്ല, തൊട്ടിട്ടുണ്ട്. ഞാൻ ഇത് യൂട്യൂബിൽ എന്തോ കണ്ടതാണ്, ഇങ്ങനെ മാത്രം കണ്ടിരുന്നു, പക്ഷെ കയ്യിലൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഇത്തിരിയൊക്കെ കൊള്ളായി, ഇതുപോലെ അല്ലായിരുന്നു, ക്യൂട്ടല്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ നല്ല ക്യൂട്ടായിട്ടിടുന്നത് ഗൈസ്. ബോറടിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു ഇതും 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 3 മാത്രം ഡ്രൈ ആയി. അത് ഇത്രയും മിനിറ്റായി, എന്നാലും ഇത് ഉണങ്ങൂല. നാളെ ഇത് ഉണങ്ങും. ഇത്രയും കട്ടിയിട്ട് എന്തിന് ഗൈസേ എഴുതിയത്? എനിക്ക് വയ്യേ. 4ാമത്തെ ഉണങ്ങിയിരിക്കുന്നു. അതെ, ഇത് ഉണങ്ങി, ഇത് ഉണങ്ങി, ഇത് ഉണങ്ങി, ഇത് ഉണങ്ങി, ഇതും കൂടെ ഉണങ്ങാനേ ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊക്കെ തൊട്ട് നോക്കിയിരുന്നു, ഇത്തിരിയൊക്കെ ഉണങ്ങി, ആ കുഴപ്പമില്ല. ഇത് ഇനി എടുത്ത് ഉണങ്ങും. ഇതെൻ്റെ കയ്യിലായി ചെറുതായിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റൂലായിരിക്കും അത്. ഇനി ഈ ലാസ്റ്റ് കൈയാണ്, ഇതാണ് കുറേ നേരം എടുക്കണം. എൻ്റെ എനിമി എനിക്ക് കരയാൻ തോന്നുന്നു ഗൈസ്. സോറി, ഞാൻ കള്ളം പറഞ്ഞാണ്, പക്ഷെ കള്ളം ഇല്ല. ഞാൻ ഇത്തിരി കൂടെ ഹാർഡായിട്ട് പ്രസ് ചെയ്തപ്പോൾ ഇത്തിരി അറിയാൻ പറ്റി, പക്ഷെ ഒന്നും കുളമില്ല ഭാഗ്യത്തിന്. ഓക്കെ, ഈ ഫിംഗേഴ്സ് എല്ലാം കഴിഞ്ഞു, ഉണങ്ങി. എടുത്ത ഇതും കൂടെ ഉള്ളൂ, എന്ന് നമുക്ക് കഴിവാം. പക്ഷെ ഇതാവണ്ടേ, എന്ത് വിധിയത്, എനിക്ക് വയ്യ ഗൈസ്. നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്ത് നമുക്ക് വരാം ഗൈസ്. ഞാൻ കഴുകിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. കൊള്ളാം, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം.